തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുത്തു. ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരുന്നു. റിനു, ഇപ്പോൾ ഒടുക്കം പോലീസ് കേസെടുത്തിരിക്കുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ വകുപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചേർത്തിരിക്കുന്നത്? റിനു, ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവുണ്ടായ സംഭവത്തിൽ സുമയ്യയുടെ ബന്ധുവിന്റെ, അതായത് സഹോദരന്റെ പരാതിയിലാണ് ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് IPC 336, 338 എന്നീ വകുപ്പുകൾ ചേർത്തി കേസെടുത്തത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് സുമയ്യയുടെയും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്തിയതിന്റെ തുടർന്നാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ വലിയ ആരോപണമുയർന്ന ഒരു സംഭവമാണ് 2023 ഈ പറഞ്ഞതുപോലെ ഒരു ശസ്ത്രക്രിയ കഴിയുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ള ശസ്ത്രക്രിയ നടത്തി പിന്നീട് നെഞ്ചിൽ ഒരു 50 മീറ്റർ നീളമുള്ള ഗേഡ് വയർ കുടുങ്ങുന്നു. ആ വയർ കുടുങ്ങിയിട്ട് അത് ആരോടും പറയാതെ ഒളിച്ചുവെക്കാൻ ഡോക്ടർ ശ്രമിക്കുന്നു. ഇപ്പോൾ ആ പാവം സുമയ്യ എന്ന യുവതിക്ക് 26 വയസ്സുകാരിക്ക് 4 സ്റ്റെപ്പ് കയറിയാൽ കിതപ്പാണ്. ആ ആരോഗ്യ പ്രശ്നം ആരും കണക്കിലെടുക്കുന്നില്ല. ഇതേസമയം DMOയ്ക്കും ഈ ആരോഗ്യ വകുപ്പിനും പരാതി നൽകിയപ്പോൾ പരാതി ലഭിക്കും മുമ്പ് തന്നെ പിഴവ് അവർക്ക് അറിയാമായിരുന്നു. നേരത്തെ തന്നെ അന്വേഷിച്ചിരുന്നു. അത് സാരമില്ല, കുഴപ്പമില്ല എന്ന ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ആരോഗ്യവകുപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുമയ്യ കേസ് കൊടുത്തിരിക്കുന്നത്. കേസിൽ എന്തായാലും IPC വകുപ്പുകൾ ആ സമയത്ത് വകുപ്പുകൾ ചുമത്തി, മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഭാഗമായ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്തായാലും ഡോക്ടറുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. റിനു, പൊതുവെ ഇത്തരം കേസുകൾ വരുന്ന സങ്കീർണത ഈ പോലീസുകാർ കേസെടുക്കുന്നു. പിന്നീട് ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ ഒപ്പീനിയൻ തേടേണ്ട ഡോക്ടർമാരിൽ നിന്നാണ്. നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം നേരത്തെ എത്തിയതാണ്. ആ വയറ് കുടുങ്ങിയത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ഒപ്പീനിയൻ ആരോഗ്യവകുപ്പിൽ നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ റിനു? ഒരു നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും സുമയ്യയുടെ ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്, 2 വർഷമായി ഈ സംഭവം നടന്നിട്ട് ഇക്കാര്യം തങ്ങളാരും മറച്ചു വെച്ചില്ല. പക്ഷെ ഡോക്ടറും ആരോഗ്യ വകുപ്പ് ഇത് മറച്ചു വെച്ചു. പലതവണ പരാതിയുമായി ചെന്നപ്പോൾ സമാധാനപ്പെടുത്തി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് സുമയ്യയ്ക്ക് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടി വേണം ഡോക്ടർക്കെതിരെ എന്നുള്ള ഒരു കാര്യവും ഉന്നയിക്കുന്നു. ഈ മൊഴിയിലും കൃത്യമായി തന്നെ ഇത് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് മറ്റു ചികിത്സയ്ക്കും അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിന് സാമ്പത്തികം ആവശ്യമായിട്ടുണ്ട്. മറ്റു ജോലിക്ക് ഒന്നിനും തന്നെ പോകാൻ വേണ്ടി കഴിയില്ല. ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം വേണമെന്നുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് 3 മണിക്ക് DMO ഓഫീസിലെത്തി അവർ പ്രതിഷേധമിരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. മന്ത്രി ഇത്തരം ഒരു ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകുവാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നഷ്ടപരിഹാരമാണ് ഇവർ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ ഡോക്ടർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള ഒരു കാര്യവും. എന്തായാലും ഇപ്പോൾ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒറ്റ പ്രതി മാത്രമാണുള്ളത്. ഡോക്ടർ മാത്രമാണ് പ്രതിപട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. 2 വകുപ്പുകളാണ് പ്രധാനമായും ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ശക്തമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പും പറഞ്ഞിരിക്കുന്നത്. ഇവർ ഈ മൊഴി നൽകിയതിനു ശേഷം പുറത്തു വന്ന ഈ ബന്ധു നൽകിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ പറഞ്ഞത്, ഈ ഡോക്ടർക്ക് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന സ്ഥലത്തെത്തി പണം നൽകി എന്നുള്ളതാണ്. ഏകദേശം 4000 രൂപയോളം ഡോക്ടർക്ക് നൽകി, ഗൂഗിൾ പേ വഴിയും പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്.